എക്സർസൈസ് ചെയ്യുന്നവരെയും ജിമ്മിൽ പോകുന്നവരെയും അപകടപ്പെടുത്തുന്ന ഒരു പ്രത്യേക ഹാർട്ടിന്റെ അസുഖം. 40 വയസ്സിന് ശേഷം ആദ്യമായിട്ട് ജിമ്മിൽ പോകുന്ന പല ആളുകൾക്കും ഈ പ്രശ്നം കാരണം അപകടങ്ങൾ സംഭവിക്കാറ്. അതുകൊണ്ട് നിങ്ങൾ ജിമ്മ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണും. സത്യത്തില് നമ്മൾ ജിമ്മിൽ പോകുന്നത് വളരെ നല്ല കാര്യമല്ല, ഒരുപാട് മെച്ചങ്ങൾ അതുകൊണ്ട് കിട്ടും. പക്ഷെ നിങ്ങൾക്കറിയോ, ആയിരക്കണക്കിന് ചെറുപ്പക്കാര് ജിമ്മ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുഴഞ്ഞു വീണ് മരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? നമുക്ക് നോക്കാം. ഇതിന്റെ ഒരു പ്രധാന കാരണം ജന്മന ഹൃദയത്തിനുള്ള ഒരു അവസ്ഥയാണ്. ഹൃദയത്തിന്റെ മാംസപേശികൾ അനാവശ്യമായിട്ട് കട്ടി കൂടുന്ന ഒരു അവസ്ഥ. ഇതിന് ഹൈപ്പർട്രോഫിക് കാർഡിയോമയോപ്പതി എന്ന് പറയും. ഇത് 500-ൽ ഒരാൾക്ക് എന്ന് വെച്ചാൽ സാധാരണയാണ്. ഇത് ഒളിഞ്ഞു കിടക്കും. പഠനങ്ങൾ കാണിക്കുന്നത് ജിമ്മിൽ കുഴഞ്ഞു വീണ് മരിക്കുന്ന ആളുകളിൽ ഭൂരിപക്ഷ ആളുകൾ ആദ്യമായിട്ട് ജിമ്മ് ചെയ്യുന്നവരാണ്. ഈ മരണങ്ങളിൽ അധികവും ഹൈപ്പർട്രോഫിക് കാർഡിയോമയോപ്പതി എന്ന് പറയുന്ന ഈ അവസ്ഥ കാരണമാണ് സംഭവിക്കുന്നത്. ഹൃദയത്തിലെ മാംസപേശികളുടെ കട്ടി കൂടുന്നത് കാരണം രക്തോട്ടത്തിന് ചിലപ്പോൾ തടസ്സങ്ങൾ സംഭവിക്കാം. അതുപോലെ തന്നെ ഹൃദയമിടിപ്പിന്റെ താളം തെറ്റുകൾ സംഭവിക്കാം. വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ എന്ന് പറയുന്ന മാരകമായ അവസ്ഥ, കുഴഞ്ഞു വീണുള്ള മരണം, ഇതെല്ലാം ഇതുകൊണ്ട് സംഭവിക്കാം. ഇതിന്റെ എല്ലാം കാരണം എന്താണ്? നമ്മുടെ ഹാർട്ടിനെ കുറിച്ച് അറിയാതെ നേരെ പോയിട്ട് ജിമ്മിൽ പോയി ജോയിൻ ചെയ്യണം. ജിമ്മിലെ ഭാരപ്പെട്ട എക്സർസൈസുകൾ ചെയ്യണം. ഹൃദയത്തിന് അത് താങ്ങുന്നില്ല. അതുകൊണ്ട് തന്നെ ചില ആളുകൾക്കെങ്കിലും ജിമ്മ് ചെയ്യുന്നതിന് മുമ്പ്, പ്രത്യേകിച്ച് ഒരു 40 വയസ്സിന് ശേഷമൊക്കെയാണ് നമ്മൾ ആദ്യമായിട്ട് ജിമ്മ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഹാർട്ട് അതിനു മുമ്പൊന്ന് ടെസ്റ്റ് ചെയ്യുന്നത് ചില ആളുകൾക്കെങ്കിലും നന്നായിരിക്കും. ഹാർട്ട് എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുക? ഹാർട്ടിലെ രക്തോട്ടത്തിന് തടസ്സമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ത്രെഡ്മിൽ ടെസ്റ്റ് ചെയ്യും. ഇനി ഹൈപ്പർട്രോഫിക് കാർഡിയോമയോപ്പതി ഉണ്ടെന്ന് എങ്ങനെ അറിയാം? അത് എക്കോ ടെസ്റ്റ് ചെയ്യും. ഈ 2 ടെസ്റ്റും നോർമൽ ആണെങ്കിൽ സാധാരണഗതിയിൽ നമുക്ക് വളരെ സേഫായിട്ട് മുന്നോട്ട്